മുഖ്യമന്ത്രിയുടെ മൗനം പാലിക്കാൻ ശരിയാവില്ല. കലാപത്തിൽ 8 പേരെ മരിച്ചിരിക്കുന്നേ. മന്ത്രിമാരെങ്ങളിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് സമാധാനം പറയാനുള്ളതാ. അതെങ്ങനെയാ? മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഇങ്ങനെ 2 വഴിക്ക് ഭരിച്ചാൽ ഇവിടെ കലാപമല്ല മഹായുദ്ധം തന്നെ ഉണ്ടാകും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർന്ന് ഈ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഭരിക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് ഭരിക്കണം. ഒന്ന് നിർത്തണം. ഇതെന്താ കള്ളിഷാപ്പത് കണ്ട്? നാട്ടിലെ തറ കുടിയന്മാർ കാണിക്കുന്ന സംസ്കാരമെങ്കിലും നിങ്ങളൊന്ന് കാണിക്കണം. അപ്പോ ആ സംസ്കാരമെങ്കിലും അറിയാം. ഇങ്ങനെ ചിരിക്കല്ലേ? ഇവിടുത്തെ വണ്ടികളൊക്കെ കട്ടപ്പുറത്തിരിക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ടിന്റെ വികസനത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ അമേരിക്ക പോയപ്പോ ഒരു സെറ്റ് പല്ലുട വാങ്ങിച്ചു വയ്ക്കാൻ ഉണ്ടായിരുന്നു. എങ്കിലാ ചിരിക്കും അമേരിക്കൻ ചന്തം കണ്ടേനെ. അതെ, അമേരിക്കൻ ചന്തത്തെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല നമ്മളോട് കൂടിയിരിക്കുന്നേ. പൂരം കടപ്പുറത്ത് നടന്ന കലാപത്തെ കുറിച്ചും കൊലപാതകങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാനാ. വേണ്ട, കൃത്യമായി സമാധാനം ബോധിപ്പിക്കേണ്ട ആഭ്യന്തരമന്ത്രി അബ്ദുൾ റഹീം ഇവിടെ എത്താതെ ചർച്ചയും വേണ്ട, ഒരു കോപം വേണ്ട. എങ്കിൽ പിന്നെ ഒരു മുഖ്യമന്ത്രി എന്തിനാ ഇവിടെ? മുഖ്യമന്ത്രിയുടെ വാമൂടി ഇരുന്നാലോ എന്തെങ്കിലും ഒന്ന് പറ. ഇതേ ആവശ്യമില്ലാണ്ട് എന്റെ മേത്താരും കുതിരയാൻ വരണ്ട. ഇത്രയും സംഭവം ഉണ്ടായിട്ടും എന്നെ വിളിച്ച് കമ എന്നൊരു അക്ഷരം ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി അബ്ദുൾ റഹീം പറഞ്ഞിട്ടില്ല. അറിയാം നിങ്ങൾക്ക്? കമ എന്ന് പറഞ്ഞ 2 അക്ഷരല്ലേ? അതെങ്ങനെ ഒരക്ഷരാവും? എന്റെ സാറേ, അതൊരു അക്ഷരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കമ എന്ന് പറഞ്ഞ 2 അക്ഷരം ഉണ്ട്. ഒന്ന് മിണ്ടാതി എന്റെ പൊന്നു സാറേ. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളും ഈ മിനിസ്ട്രിയിലെ ഘടകകക്ഷിയാ. എന്ന് വെച്ചൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് പ്രശ്ന പരിഹാരം എന്താണെന്ന് ആലോചിക്കുക ചെയ്യേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി തൽക്കാലം പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും നാവ് അടക്കുക. അതാ ചെയ്യേണ്ടത്. അവരുടെ നാവ് അടങ്ങില്ല ബിസി. ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർക്കാനും വേണ്ടി വന്നാൽ ഈ മന്ത്രിസഭയെ താഴെ ഇറക്കാനും ബോധപൂർവം കളിക്കുന്ന ഒരു യുവദാസ് ഈ മന്ത്രിസഭയിലുണ്ട്. എന്നോടുള്ള പകയാണ് അതിന് പിന്നിൽ. അത് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. എങ്കിൽ ആ യുവദാസ് ആരാണെന്ന് പറ. അതെ, അത് ആദ്യം പറയണം, എന്നിട്ട് മതി അനന്തര ചർച്ചകളൊക്കെ. CM അത് പറഞ്ഞേ ഒക്കൂ. അത് ഞാൻ പിന്നെ പറയാം. അത് പറ്റില്ല, ഇപ്പൊ പറയണം. അതിപ്പം പറയാം.